കേരളത്തിലെ കാർഷികോത്സവമാണ് വിഷു. അടുത്ത ഒരു കൊല്ലത്തെ ഫലത്തെക്കുറിച്ച് ഇക്കാലയളവിൽ ജനങ്ങൾ ചിന്തിക്കുന്നു. വിഷുഫലം എന്നാണ് ഇതിനെ പറയുക. കേരളത്തിൽ മാത്രമല്ല, അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലും വിഷു ആഘോഷിക്കാറുണ്ട്. ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളിലും സമാനമായ ആഘോഷങ്ങളുണ്ട്. അവയെല്ലാം ഭാരതത്തിൽ മുമ്പ് നിലനിന്ന പഞ്ചാംഗ പ്രകാരമുള്ള വർഷാരംഭത്തിന്റെ ആഘോഷമാണ്. പൊലിക പൊലിക ദൈവമേ തന്നൽ പൊലിക എന്നും മറ്റുള്ള പുള്ളുവൻ പാട്ടും വിഷുവിന്റെ ഐശ്വര്യദായകമായ സ്വഭാവത്തെയാണ് കാണിക്കുന്നത്. വിഷുവിന് ചെയ്യുന്ന കാര്യങ്ങളുടെ ഫലങ്ങൾ അടുത്ത ഒരു കൊല്ലക്കാലം നിലനിൽക്കുന്നു എന്നാണ് വിശ്വാസം. കേരളത്തിൽ ശ്രീകൃഷ്ണന്റെ ആരാധനയുമായി ബന്ധപ്പെട്ട് വിഷുവിന് പ്രാധാന്യമുണ്ട്. ഗുരുവായൂർ പോലെയുള്ള ക്ഷേത്രങ്ങളിൽ മേടവിഷു വളരെ പ്രാധാന്യത്തോടെ ആഘോഷിക്കാറുണ്ട്. വിഷുവം എന്നാൽ തുല്യമായത് എന്നാണ് അർത്ഥം. അതായത് രാത്രിയും പകലും തുല്യമായ ദിവസം. മേടമാസത്തിൽ മേടവിഷുവും തുലാമാസത്തിൽ തുലാവിഷുവുമുണ്ട്. പണ്ട് മോഷാദി മേടത്തിൽ ആയിരുന്നു. എന്നാൽ വിഷമങ്ങളുടെ പുരസ്സരണം കാരണം മോഷാദി ഇപ്പോൾ മീനൻ രാശിയിലാണ്. എന്നിട്ടും നമ്മൾ വിഷു ആഘോഷിക്കുന്നത് മേടത്തിലാണ്. ഇതേപോലെ തുലാദി ഇപ്പോൾ കന്നി രാശിയിലുമാണ്. രാവണന്റെ മേൽ രാമൻ നേടിയ വിജയം ആഘോഷിക്കാനാണ് വിഷു എന്നൊരു ഐതിഹ്യമുണ്ട്. നരകാസുരൻ ശ്രീകൃഷ്ണനാൽ വധിക്കപ്പെട്ട ദിവസമാണ് വിഷുവായി ആഘോഷിക്കുന്നതെന്ന് മറ്റൊരു ഐതിഹ്യവുമുണ്ട്. രാവണന്റെ കൊട്ടാരത്തിൽ വെയിൽ തട്ടിയത് രാവണന് ഇഷ്ടപ്പെടാതിരുന്നതിനാൽ സൂര്യനെ നേരെ ഉദിക്കാൻ രാവണൻ സമ്മതിച്ചില്ലെന്നും രാവണനെ രാമൻ വധിച്ചതിന് ശേഷം സൂര്യൻ നേരെ ഉദിച്ചതാണ് വിഷുവായി ആഘോഷിക്കുന്നതെന്ന് മറ്റൊരു ഐതിഹ്യവുമുണ്ട്. വിഷുവുമായി ബന്ധപ്പെട്ട് നിരവധി വ്യത്യസ്തമായ ഐതിഹ്യങ്ങളും ആചാരങ്ങളുമുണ്ട്. എന്നാൽ വിഷുക്കണിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. വിഷു കൈനീട്ടം, വിഷു സദ്യ, വിഷുക്കളി തുടങ്ങിയവ വിഷുവിനോട് അനുബന്ധിച്ചുള്ള ആഘോഷങ്ങളാണ്.